നമസ്കാരം. ഗ്ലോബൽ മലയാളി ന്യൂസിലേക്ക് സ്വാഗതം. കേരളത്തിൽ ഇന്ത്യയിൽ നിന്ന് വ്യത്യസ്തമായി ജാതിമത സംഘടനകളും രാഷ്ട്രീയ സംഘടനകളും തമ്മിൽ വലിയ ആത്മബന്ധവും അന്തർധാരകളും ബഹിർധാരകളും സമദൂരവും ശരിദൂരവും പ്രശ്നാധിഷ്ഠിതവും തത്വാധിഷ്ഠിതവുമായ വലിയ ബന്ധമാണുള്ളത്. കാരണം കേരള സമൂഹത്തിൽ നവോത്ഥാനം നടന്നിട്ടുണ്ടെങ്കിലും, നവോത്ഥാനം എന്ന് പറഞ്ഞാൽ ഒരു കാലഘട്ടത്തിൽ കുറേയധികം കാര്യങ്ങൾ നടന്നു. ഗുരുദേവൻ, ചട്ടമ്പിസ്വാമികൾ, പിന്നെ അതിനെ തുടർന്ന് വന്ന മന്നത്ത് പത്മനാഭൻ, അയ്യാഗുരു അതിന് മുമ്പുള്ളതാണ്. ഞാൻ തുടർന്നു എന്ന് പറയുമ്പോൾ ക്രോണോളജി മാറിപ്പോകരുത്. അയ്യങ്കാളി, അയ്യാ വൈകുണ്ഠസ്വാമി, അങ്ങനെ ഒത്തിരി ആളുകൾ. പിന്നെ അതിനെ തുടർന്ന് വന്നിട്ടുള്ള പുരോഗമന പ്രസ്ഥാനങ്ങൾ, നവീന ആശയങ്ങളൊക്കെ വന്നിട്ട് കേരളത്തിൽ ഒരുപാട് മാറ്റമുണ്ടാക്കിയെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ അങ്ങനെയൊക്കെ മാറ്റമുണ്ടാക്കിയെങ്കിലും 1957 വിമോചന സമരം മുതൽ 2025 വരെയുള്ള ഈ കാലഘട്ടം എടുക്കുമ്പോൾ ഇവിടെ ജാതിയും മതസംഘടനകളും രാഷ്ട്രീയമായി വലിയ ബന്ധമാണുള്ളത്. ഒരു രാഷ്ട്രീയ നേതാവ് ഏതെങ്കിലും ഒരു മത നേതാവിനെ കാണാൻ പോയാൽ, അല്ലെങ്കിൽ ഒരു ജാതിയുടെ നേതാവിനെ കാണാൻ പോയാൽ, അതുപോലെ ജാതി മതങ്ങളുടെ നേതാക്കളുടെ പ്രസ്താവനകൾ പുറത്ത് വന്നാൽ പിന്നെ അതിൻ്റെ പുറത്ത് ആഘോഷമാണ് മലയാളി. എല്ലാ ചാനലുകളും അത് ആഘോഷിക്കും. വെള്ളാപ്പള്ളി നടേശൻ അവർ ഇടയ്ക്ക് കുറേ പ്രസ്താവന നടത്താറുണ്ട്. അതെല്ലാം വിവാദങ്ങളും തർക്കങ്ങളുമായി പോകാറുണ്ട്. അതുപോലെ തന്നെ ഇതിപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നൊരു പശ്ചാത്തലം, നായർ സർവീസ് സൊസൈറ്റിയുടെ സുകുമാരൻ നായർ ജനറൽ സെക്രട്ടറി വലിയ ചില പ്രസ്താവനകൾ നടത്തി. ഒന്നാമതായി ഉണ്ടായത് ശബരിമല വിഷയവുമായി ബന്ധപ്പെടുത്തി ഒരു ഇടതുപക്ഷ സമീപനം എടുത്തു. പക്ഷെ അതിന് പറയുന്ന മറ്റൊരു കാര്യം, ഇന്നലെ വരെ സമദൂരം പറഞ്ഞിരുന്ന NSS എന്താണ് പെട്ടെന്ന് ഈ ഒരു ശബരിമല വിഷയം കൊണ്ട് മാത്രമാണോ ഗവൺമെൻറ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന CPMനെ സപ്പോർട്ട് ചെയ്യുന്ന നിലപാടെടുത്തത് എന്നുള്ള ചോദ്യവും കേരളത്തിൽ പലയിടത്തും ഫ്ലെക്സിൻ്റെ രൂപത്തിൽ, ചർച്ചകളുടെ രൂപത്തിൽ, സമസ്ത കേരള നായർ സമാജത്തിൻ്റെ രൂപത്തിൽ, ഗോകുലം ഗോപാലൻ്റെ പോലുള്ള ആളുകൾ ഇവിടെ ചർച്ച ചെയ്ത് കൊണ്ടുവരുന്ന ഈഴവ സമുദായത്തിനകത്തുള്ള ചർച്ചകൾ കൊണ്ടുവരുന്നത് പോലെ വെള്ളാപ്പള്ളി നടേശനെതിരെ ഗോകുലം ഗോപാലൻ ചില ചർച്ചകൾ ഉയർത്തിവിട്ടിരുന്നു. അതുപോലെ എല്ലാ സമുദായങ്ങളിലും ഇത്തരത്തിലുള്ള ഉപഗ്രൂപ്പുകളും മറ്റ് ഗ്രൂപ്പുകളുമുണ്ട്. വെള്ളാപ്പള്ളി നടേശൻ്റെ SN ട്രസ്റ്റിനെയൊക്കെ ശക്തമായി ചോദ്യം ചെയ്തുകൊണ്ടാണ് ഗോകുലം ഗോപാലൻ വന്നത്. അവരുടെ വിദ്യാസാഗർ, അവരുടെ വേറെ സംഘമുണ്ട്. അതുപോലെയാണ് ഇതിനകത്തും നായർ സർവീസ് സൊസൈറ്റിയെ ചോദ്യം ചെയ്തുകൊണ്ട് നായന്മാരുടെ തന്നെ മറ്റ് സംഘടനകൾ രംഗത്ത് വരുന്നു. നാട്ടിൽ പലയിടത്തും ഫ്ലെക്സുകൾ വയ്ക്കുന്നു. നായർ കമ്മ്യൂണിറ്റി പെട്ടാൽ പഴയ ഒരു നായർ കമ്മ്യൂണിറ്റി NSS ഉണ്ടായിരുന്നു. അത് പൊളിച്ചത് കരുണാകരൻ മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴാണ്. പൊളിച്ചെന്ന് പറഞ്ഞാൽ അതിൻ്റെ ശക്തി കുറച്ചത്. കിടങ്ങൂർ ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന അതിശക്തനായ നേതാവ് ഉണ്ടായിരുന്നു. കിടങ്ങൂർ ഗോപാലകൃഷ്ണൻ നല്ല പ്രാസംഗികനായിരുന്നു, പ്രഭാഷകനായിരുന്നു. അദ്ദേഹം വിളിച്ചാൽ നായർ കമ്മ്യൂണിറ്റി ഉണർന്നു വരും. അപ്പോൾ അദ്ദേഹം വലിയ പ്രകടനം നടത്തി. ഒരു വളരെ കേരളം ഞെട്ടിപ്പോയൊരു പ്രകടനമാണ്. വർഷങ്ങൾക്ക് മുമ്പാണ് പ്രകടനം. കഴിഞ്ഞപ്പോഴാണ് നായർ കമ്മ്യൂണിറ്റിക്ക് ഒന്നും കിട്ടിയില്ല എന്നുള്ളതൊക്കെയാണ് പ്രകടനം. എങ്കിലിതാ നിങ്ങൾക്ക് ഞങ്ങളുടെ ഒരു അംഗീകാരം ഇരിക്കുമെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ സിംഗപ്പൂർ ഹൈക്കമ്മീഷണറായിട്ട് അയച്ചു. അപ്പോൾ നായർ സമുദായക്കാർ വിചാരിച്ചു നല്ലതല്ലേ ഗവൺമെൻറ് തന്നതെന്ന് വിചാരിച്ചു, കരുണാകരൻ ഒപ്പിച്ച് തന്നതല്ലേ എന്ന് വിചാരിച്ചു. പക്ഷെ അതൊരു കെണിയായിരുന്നു. പിന്നെയാണ് മനസ്സിലായത്. കാരണം അതേ ഇവിടെ നിന്ന് പോയതോടുകൂടി സംഘടന ഒന്ന് ഡൗണായി. അതിനുശേഷം ഇപ്പോൾ വീണ്ടും സുകുമാരൻ നായർ വന്നു, കാലങ്ങൾ കഴിഞ്ഞ് വന്നു. അദ്ദേഹം സമദൂരത്തിലേക്ക് പോയി. പിന്നെ ഇപ്പോൾ ശരി ദൂരത്തിലേക്ക് വരുന്നു, പ്രശ്നാധിഷ്ഠിത ദൂരത്തിലേക്ക് വരുന്നു, വിവാദങ്ങൾ വരുന്നു. നാട്ടിലാകെ ചർച്ച, വിവാദം, തർക്കം, അങ്ങനെ ഫ്ലെക്സ്, ബോർഡ്, കരയോഗങ്ങളൊക്കെ കുറേ കരയോഗങ്ങൾ BJPയുടെ കൂടെ, കുറേ കരയോഗങ്ങൾ കോൺഗ്രസിൻ്റെ കൂടെ, കുറേ CPMൻ്റെ കൂടെ, കുറേ നിഷ്പക്ഷം, ആകെ ജഗ പുകയായി വരുന്നതിൻ്റെ പ്രധാന കാരണം തദ്ദേശ ഭരണ സ്ഥാപനത്തിലേക്കല്ല, തിരഞ്ഞെടുപ്പ് കൂടി വരുന്നതാണ്.